Good morning, all. Good morning, ma'am. Good morning. ma'am. Good morning. Good morning. Good morning, ma'am. Prayer പറഞ്ഞോട്ടോ. Okay, ma'am. ജീവിതചക്രവിധായക നായക സർവചരാചര ദേവ നമസ്തേ. ജീവിതചക്രവിധായക നായക സർവചരാചര ദേവ നമസ്തേ. ഹൃദയേ വിരിയും പൂജാകുസുമം താവക പാദേ തവ ദിനവും. താരകസൂനവിമോഹനഹാരേ സുരതചന്ദ്രവിദർശിതകേശം. നദിയിൽ വനിയിൽ വിരിയും കതിരിൽ കുടികൊള്ളൂ നിൻ പുഞ്ചിരിയെന്നും. ജീവിതചക്രവിധായക നായക സർവചരാചര ദേവ നമസ്തേ. സർവചരാചര ദേവ നമസ്തേ. താങ്ക് യു, മാം. തോട്ട് ഓഫ് ദ ഡേ റുബീനാണ്. ഇത് ഞാൻ എന്റെ തന്നെ സമാധാനത്തിന് വേണ്ടി എഴുതിയ വരികളാണ്. ജീവിതത്തിലെ മുന്നിൽ നാം ഒരിക്കലും പതറാൻ പാടില്ല. ഒരിക്കലും ഒറ്റപ്പെട്ടു പോവാതിരിക്കാൻ നമ്മെ സ്നേഹിക്കുന്നവരെ നമുക്ക് ചേർത്ത് കൂടെ കൂട്ടാം. ജീവിതം എന്നത് അതിൻ്റെതായ വഴിക്കേ പോവുകയുള്ളൂ. എന്നിട്ടും നമ്മളൊക്കെ എന്തിനു വേണ്ടിയൊക്കെയോ കഥ മെനഞ്ഞു കൂട്ടുന്നു. ഡിപ്രഷനിലാവാതെ നോക്കണം. അതിന് നമുക്ക് നമ്മുടേതായ സന്തോഷം കണ്ടെത്തിയേ പറ്റൂ. വിഷമങ്ങളും സന്തോഷങ്ങളും ജീവിതത്തിന്റെ രണ്ട് തുലാസുകളാണ്. എങ്കിലും നമുക്ക് ചുറ്റും നമ്മെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് അവരുടെ കൂടെ കൂടാം. നല്ലൊരു നാളുകൾ ആശംസിക്കുന്നു. എനിക്ക് ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇടക്കിടക്ക് ഡിപ്രഷൻ വരും മിസ്സേ. അപ്പൊ ഇന്നലെ ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. അപ്പൊ ക്ലാസ് കഴിഞ്ഞപ്പോ എന്നെ ഒരുപാട് പേര് ഗ്രൂപ്പിൽ അന്വേഷിച്ചപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം നമ്മളെ സ്നേഹിക്കുന്നവര് നമ്മളെ ഒപ്പരം തന്നെ ഉണ്ടല്ലോ. കാരണം നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസരത്തിലാണല്ലോ നമുക്ക് ഡിപ്രഷൻ വരാൻ. അപ്പൊ താങ്ക് യു ഓൾ ഓഫ് യു മൈ ഫ്രണ്ട്. ഓക്കെ, ഡിപ്രഷന്റെ കാര്യം പറഞ്ഞപ്പോ ഡെലിവറി കഴിഞ്ഞപ്പോ ഞാനും ഡിപ്രഷനിലൂടെ കടന്നുപോയ വ്യക്തി തന്നെയാണ് കേട്ടോ. ചില നിങ്ങൾ വിചാരിക്കുന്നതും കുറച്ച് നല്ല ഹൈലി ആയിട്ടുള്ള ഡിപ്രഷൻ ആയിരുന്നു ഞാൻ. ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു. ആ സമയത്ത് ഞാൻ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ചെയ്യാനായിട്ട് തുടങ്ങി. ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. കൂടുതലായിട്ട് കാര്യങ്ങൾ എൻഗേജ് ചെയ്തു. ടൈം വെറുതെ ഇരിക്കുക. ആ സമയത്താണ് നമ്മൾ ഡിപ്രഷൻ. ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ചിന്തകളും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. കുറെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിപ്രഷൻ വരേണ്ട കാര്യമേ ഇല്ല. ഇത് റീജുവിന് അങ്ങനെ വരിക. കാരണം ഞാൻ കൂടുതൽ വർക്കുകൾ തരാം. ഓക്കെ, കൂടുതൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ തരാം. പിന്നെ ഡിപ്രഷൻ വരേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, താങ്ക് യു മിസ്സേ. കാരണം അതൊരു വല്ലാത്ത സംഭവം. അത് അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. ശരിക്കും നമ്മൾക്ക് ആ ഒരു ടൈം കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടി എന്ന് നമ്മൾ ചിന്തിക്കും. ഞാൻ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചോ അതെ, നമ്മൾ ആ മരണത്തിന്റെ വക്കുവോളെന്ന് പറഞ്ഞതിന്റെ തൊട്ട് അത്രത്തോളം ചിന്തിച്ചു പോകും. പിന്നെ അതെ, ഓരോന്നിലും നമ്മളിങ്ങനെ ഇൻവോൾവ് ആയിട്ട് നിന്നാലേ ശരിയാവും. ഓക്കേടാ, എന്തെങ്കിലും കാര്യങ്ങളിൽ മോനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എൻഗേജ് ചെയ്യാം. ക്ലാസ്സിൽ മുടങ്ങാതെ കയറാൻ നോക്കുക. ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങാം. പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതെല്ലാം ഉണ്ട് മിസ്സേ. പക്ഷെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോരോ ടെൻഷൻ വരുമ്പോ ഓരോ പ്രശ്നങ്ങൾ വരുന്നതിലും പിന്നെ ഡിപ്രഷനിലേക്ക് തന്നെ പോകുന്നു. അതാ പ്രശ്നം. ഇതുവരെ ഇങ്ങനത്തെ പ്രശ്നം ഇല്ലേന്. ഇത് ആദ്യമായിട്ട് ഇപ്രാവശ്യം ഇങ്ങനെ. ശരിയാവും. എത്രാമത്തെയാണ് ഡെലിവറി? നാലാമത്തത്. നിർത്തി, ഇപ്രാവശ്യം നിർത്തി. വേണ്ട, അതും വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആയത്. അതുകൊണ്ട് പിന്നെ ഒന്നാമത് അതെല്ലാം കൂടി വല്ലാത്തൊരു, അത് സിസേറിയനാ ഇപ്രാവശ്യത്തത്. ഇത്ര നാള് സുഖപ്രസവ അല്ലേനു. അങ്ങനെയെല്ലാം ആയിട്ട് അങ്ങനത്തെ. കുഴപ്പമില്ല. രണ്ടും സിസേറിയൻ. നോർമൽ ഡെലിവറിനേക്കാളും എനിക്ക് തോന്നുന്നു സിസേറിയൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണെന്ന്. പക്ഷെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാ
അനക്ക് സിസേറിയൻ ആയതുകൊണ്ട് അതിന് ഇതാകുന്നില്ല, കാരണം എല്ലാം സുഖപ്രസവല്ലേനാ. അപ്പൊ അനക്ക് ഈ സിസേറിയന്റെ സ്റ്റിച്ചിന്റെ വേദന, മെന്റലി ഭയങ്കര സ്ട്രെസ് അനുഭവിക്കുന്നു, അങ്ങനെയെല്ലാം പ്രശ്നം ഇപ്രാവശ്യം. ആണോ? അപ്പൊ എത്ര മാസമായി കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട്? ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല, സ്റ്റിച്ചിങ് 5 മാസമായി ഇപ്പൊ. ഓക്കേടാ. ഞാൻ പറയട്ടെ, സിസ്റ്റർ നേഴ്സ് അല്ലേ? അതെ. ഏറ്റവും കംഫർട്ട് ഏതാണ് പറഞ്ഞിട്ടുള്ളത്? ഏറ്റവും റിസ്ക് കുറവ് ഏതാണ്? അത് സുഖപ്രസവം തന്നെയാ. സിസേറിയൻ ഞാൻ അനുഭവിച്ച വെച്ച് നോക്കുമ്പോ സിസേറിയനെ ഭയങ്കര സിസേറിയൻ കൂളായിട്ട് തോന്നിയതോ? അതെ. എനിക്ക് അത്യാവശ്യം കംഫർട്ടബിളും അത്യാവശ്യം റിസ്ക് കുറവാണെന്ന് തോന്നിയത് എന്താ സിസേറിയൻ തന്നെ. കാരണം നമ്മൾ എപ്പോഴും കേട്ടിട്ടൊക്കെ ഉണ്ടാവും സുഖപ്രസവം എന്നൊക്കെ പറയുന്നുള്ളൂ, അത്ര വലിയ സുഖമൊന്നും ഇല്ലാന്ന്. നല്ല പെയിനാണ്. പക്ഷെ ഞാൻ ആ 3 സുഖപ്രസവം, എന്റെ 3 കുട്ടികളത് പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞായിരുന്നു. ഞാനൊരു 9:30 അങ്ങനെ ആകുമ്പോ വേദന വന്ന് പോയി കഴിഞ്ഞാൽ 10 മണിന്റെ ഉള്ളിൽ ഡെലിവറി ചെയ്ത് റൂമിലേക്ക് ഷിഫ്റ്റ് ആയാലുണ്ട്. പക്ഷെ ഈ സിസേറിയനെ കൂടി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി പോയി. അതെല്ലാം കൊണ്ടായിരിക്കും. പക്ഷേ ഇല്ലേടാ, സിസേറിയൻ കഴിഞ്ഞുകൊണ്ട് ഡെലിവറി നിർത്താൻ പറ്റി, അല്ലെങ്കിൽ അതിന് വേറെ സർജറി ചെയ്യണം. നോർമൽ ഡെലിവറി ആയിരുന്നെങ്കിൽ നിർത്താൻ വേണ്ടിട്ട് വേറെ സർജറി ചെയ്യണ്ടേ. എന്താ പറയാ, നമ്മൾ അതിനെ കുറിച്ച് ഓവറായിട്ട് തിങ്ക് ഒന്നും ചെയ്യണ്ട. കുട്ടിയെ നല്ല രീതിയിൽ കെയർ ചെയ്യുക, അവനോട് സ്നേഹം കാണിക്കും. നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും, ബാക്കി 3 പേരെയും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഇവനെയും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, ആർക്ക് കെയർ കൊടുക്കണമെന്നുള്ള ഒരുപാട് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? മിസ്സേ, അതെല്ലാം കൊണ്ട് തന്നെ. പിന്നെ എല്ലാം വീട്ടില് കൊറേ പ്രശ്നങ്ങളുണ്ട്, എല്ലാം ശരിയാവും. ഓക്കെ. അപ്പൊ ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞാൽ മതി, ആ ടൈമിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ. ഹസ്ബൻഡ് ഒപ്പരയില്ലല്ലോ, അങ്ങ് ഗൾഫിലായോണ്ട്. പിന്നെ കുട്ടികളും ഞാനും അല്ലേ, അതൊരു വല്ലാത്തൊരവസ്ഥ. വീട്ടിലാരൊക്കെ ഉള്ളത്? ഞാനും എന്റെ മക്കളും ഉള്ളു. പിന്നെ ഉമ്മ ഉണ്ട്. ഉമ്മ പിന്നെ പക്ഷെ രാവിലെ അങ്ങ് ഉമ്മാന്റെ തറവാട്ടിൽ പോകും, എന്നിട്ട് രാത്രിയാവും വരാന്. ഞാനും ഭാവിയും ഇപ്പൊ ഒറ്റ വീട്ടിൽ. അപ്പൊ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ഞാനങ്ങ് കാട് കയറാം. സ്വന്തം ഉമ്മയുണ്ടോ? എന്റെ ഉമ്മ തന്നെയാ. ഉമ്മനോട് പറ, ഉമ്മന്റെ കൂടെ കൂടുതൽ നേരം നിൽക്ക്, അങ്ങോട്ട് പോവാനല്ലേ എനിക്ക് എന്തോ ഭയങ്കര ഫീൽ ചെയ്യുന്നു. ഉമ്മനോടൊന്ന് തുറന്നു പറഞ്ഞു നോക്കി. ഒരു കാര്യം നമ്മളില്ലേ, നമ്മളെ ടെൻഷൻ വിചാരിച്ചുകൊണ്ടിരുന്ന നമുക്ക് എപ്പോഴും ടെൻഷൻ അടിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഇത് ഓർക്കാണ്ടിരിക്ക, കഴിഞ്ഞത് കഴിഞ്ഞു, നമ്മൾ എപ്പോഴും സന്തോഷായിട്ടിരിക്കുക. എല്ലാവർക്കും പ്രശ്നമുണ്ട്, ആർക്കും. ഇപ്പൊ പറയുന്ന എനിക്ക് പോലും ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ കടന്നു വന്നു. പക്ഷെ ഞാനൊന്നും ചിന്തിക്കൂല. ഇതുവരെ ഞാൻ ചിന്തിച്ചോണ്ട് കരഞ്ഞോണ്ടിരുന്നതാ ഡെയിലി. വെറുതെ ടെൻഷൻ കൂടിയിട്ട് മുടി ഫുള്ള് നരക്കുന്ന്, മുടിയെല്ലാം കൊഴിഞ്ഞു പോന്ന്, പ്രായം കൂടുന്ന് എന്നല്ലാണ്ട് വേറെ ഒരു ഗുണവും ഇല്ല ഇതുകൊണ്ട്. നമ്മളെപ്പോഴും നമ്മളെ ചിന്തിക്കേ, നമ്മളെ കാര്യം ചിന്തിക്കുക, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്ക, അതാണ് ഏറ്റവും നല്ലത്. സത്യം. ടെൻഷനൊക്കെ അടിക്കുന്ന സമയത്ത് ഗ്രൂപ്പിൽ കയറിയിട്ടൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ഇവരൊക്കെ കൂടി കമ്പനിയാന്നുള്ളൂ കേട്ടോ. ഇപ്പൊ ആ ഗ്രൂപ്പിൽ എപ്പോഴും ഉണ്ടാകലുണ്ട്. പക്ഷെ ഇന്നലെ എന്തോ അങ്ങനെയൊക്കെ കുറച്ച് വിഷമത്തിലായി പോയി. ഓക്കേടാ, നമുക്ക് എല്ലാവർക്കും ഉണ്ട് ടെൻഷൻ കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒരു ഭാഗത്ത് മാറ്റി നിർത്തും. നമ്മൾ നമ്മളുടെ ലൈഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. ഇപ്പൊ അവന് നല്ല കെയർ ഒക്കെ കൊടുക്കേണ്ട ടൈമാണ് ഭാവിക്ക്. അവന് പ്രോപ്പറായിട്ട് കാര്യങ്ങളും കൊടുക്കുക. പിള്ളേർക്ക് എക്സാമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവില്ല, അതിന്റെ ടെൻഷൻ ഉണ്ടാവും. അതൊക്കെ ഒരുപാട്. അതിന്റെ ഇടയിൽ എന്റെ മോൻ ഇന്നലെ ഫോണിൽ കളിച്ച്, അങ്ങനെ ആ ദേഷ്യം പിടിച്ച് ഫോണെല്ലാം ഞാൻ എറിഞ്ഞു പൊട്ടിച്ച്. അങ്ങനെ ഇന്നലെ കുറച്ച് പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിനേന്. അപ്പൊ ഉമ്മ എന്നെ കൊറേ കലമ്പി, അതായത് വഴക്ക് പറഞ്ഞ്. അതെല്ലാം കൊണ്ട് അങ്ങനെ ഇത്. ഓക്കേടാ, അത് പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുന്നത് നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ. പെട്ടെന്ന് ദേഷ്യം വരുന്ന കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുക. ഫോൺ യൂസ് ചെയ്യുന്നത് എക്സാമല്ലേ, ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. അവരോട് ദേഷ്യപ്പെടുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. കുട്ടികൾ പെട്ടെന്ന് ദേഷ്യം
അല്ലെങ്കിൽ അവരെ പടിയെടുത്ത് അടിച്ച് ഇല്ല, ശരിയാക്കാം ഞാൻ പഴയ അവരോട് ദേഷ്യപ്പെട്ടിട്ടില്ല. ഞാന് പറഞ്ഞ് ഉമ്മാനോട് ഞാൻ പറഞ്ഞു, അല്ല ഇങ്ങക്ക് ഫോണ് വാങ്ങി, ഉമ്മാന്റെ ഫോണാവൻ തുറന്നത്, ലോക്ക് തുറന്നിട്ട് ഉമ്മ തുറന്നു കൊടുത്തത്. അപ്പൊ ഓൻ ഗെയിമിന് കുറച്ച് അഡിക്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ അതെല്ലാം മാറ്റി കൊണ്ട് വന്നിട്ട് പിന്നെ ഓനക്ക് ഫോൺ കൊടുക്കുമ്പോ ഞാൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾ എന്തിനാ ഫോൺ കൊടുത്തേന്ന്. അന്നേരം ഉമ്മ എന്നെ കുറെ വഴക്ക് പറഞ്ഞു, നീ ഇങ്ങനെ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ വയ്യന്നെ നോക്കി തരുന്നു. അങ്ങനെ ഉമ്മാനോട് ദേഷ്യം വന്നിട്ടാ അങ്ങനെ ചെയ്തത്, കാരണം കുട്ടികളോടല്ല. നമ്മള് അതിനുള്ള ചാൻസ് കൊടുത്തിട്ടാണല്ലോ കുട്ടികൾ എന്തായാലും ഫോണിൽ കളിക്കാന്. ഓക്കെ. പക്ഷെ ഉമ്മാക്കും വിഷമായിട്ടുണ്ടാവില്ലേ? ഞാൻ മിണ്ടിയിട്ടില്ല, ഉമ്മ എന്നോട് മിണ്ടിയിട്ടില്ല, ഞാനും ഉമ്മാനും ഇപ്പൊ മിണ്ടിയിട്ടില്ല. എന്താ ചെയ്യണമെന്നറിയാമോ? ഒന്നും ചെയ്യണ്ട, ഉമ്മാനെ പോയിട്ട് ഒന്ന് ഹഗ് ചെയ്തിട്ട് ഉമ്മ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ദേഷ്യമൊന്നും ഇല്ലാണ്ടത് പറഞ്ഞാൽ മതി, പ്രോബ്ലം തീരും. ഞാൻ അങ്ങനെ അവനോട് വിളിക്കാറുണ്ട്. ചെന്ന് ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ തീർന്നോളും. അങ്ങനെ തന്നെ ചെയ്യാറ്. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം വല്ലാത്ത, എനിക്ക് സങ്കടം എത്രയായിട്ടും അങ്ങനെ ശരിയാകുന്നില്ല. ശരിയാവും എന്തെങ്കിലും അങ്ങനെ. ഓക്കെ, താങ്ക് യു. പോവാതിരിക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിലെ ഏത് പോർഷനാണ് ഡിസ്കസ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ചേച്ചി നമ്മൾ 30 കംപ്ലീറ്റ് ആയിരുന്നു, ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരുന്നു. ഹെൽത്ത് കെയർ പിന്നെ യൂണിറ്റ് 3 എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റ് 3 അല്ലേ എടുക്കേണ്ടത്? ന്യൂട്രീഷൻ ബാലൻസ്ഡ് ആയിട്ട്. ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടില്ലാന്നറിയാം, ഞാൻ പ്രിപ്പയർ ചെയ്തോണ്ടേ ഇരിക്കുകയാണ് കേട്ടാ. മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യനെ കുറച്ച് ബിസി ആയിപ്പോയി, കുറച്ച് എക്സാമും കാര്യങ്ങളൊക്കെ വന്നപ്പോ കൂടുതൽ ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വൈകുന്നത് കേട്ടോ. ഈ വീക്കിനുള്ളിൽ ബാക്കിയുള്ള അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഹെൽത്ത് കെയറിലെ ചാപ്റ്റർ അല്ലേ നമ്മൾ എടുക്കുന്നത്? ഹെൽത്ത് കെയറിലെ ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞു മാം, ഹെൽത്ത് കെയറിന്റെ ചാപ്റ്റർ കഴിഞ്ഞല്ലോ. കഴിഞ്ഞു. ചൈൽഡ് വെൽഫെയറോ? അതാണ് ഇനി തുടങ്ങുന്നത്, അതാണ് എടുക്കേണ്ടത്. ആണോ? ഫുഡ് ന്യൂട്രീഷൻ ബാലൻസ്ഡ് ആയിട്ട് അല്ല അല്ലെ മാം? അത് എടുക്കാന്ന് പറഞ്ഞ പോലെ തോന്നി. ചാപ്റ്റർ 3 യൂണിറ്റ് 3 എടുത്തിട്ട് നമുക്ക് യൂണിറ്റ് 8 എടുക്കാം. ഞാൻ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തോ നിങ്ങക്ക്? എന്റെ മോക്ക് ടെസ്റ്റും വന്നായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ആദ്യം ഞാൻ 3 എടുക്കാം, അത് കഴിഞ്ഞിട്ട് 8 എടുക്കാം. ഓക്കെ മാം, ഒരു വാക്സിന്റെ ഒരു പ്രോജക്റ്റ് വന്നായിരുന്നേ, അത് എങ്ങനെയാണെന്നൊന്നും കൂടി പറയാവോ? ബുക്കിൽ എഴുതിയാ മതിയായിരുന്നു. ഒരു 5 പേരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലെ, ഒരു സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലെ. അത് പ്രിന്റ് എടുക്കുക നിങ്ങൾ. ആ ഒരു ഷീറ്റ് 5 പ്രിന്റ്, മാക്സിമം 5 പേരുടെ എന്നാ പറയുന്നത്, മിനിമം 5 പേരുടെ എന്നാ പറയുന്നത്. മാക്സിമം കൂടുതലായിട്ട് വീടുകളിൽ ഈ പ്രീ സ്കൂൾ കുട്ടികളുള്ളത്. ഒരു കാര്യം ചോദിച്ചോട്ടെ മിസ്, ആ ക്വസ്റ്റ്യൻ എപ്പോഴാ തന്നേ? പ്രിന്റ് എടുക്കാൻ തന്നായിരുന്നു? ഓർക്കുന്നില്ല. ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ലേ? അല്ല ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ലേ? ഇട്ടിട്ടില്ല, ഇങ്ങനെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില് ഒരു പ്രോജക്റ്റ് മിസ് പറഞ്ഞതേ ഉള്ളൂ, പിന്നെ പറയാന്ന് പറഞ്ഞു. അപ്പൊ പറയുമ്പോഴായിരിക്കും കേട്ടോ. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, അത് സിമ്പിൾ ആണ്. നമ്മൾ ആ വീടുകളിൽ ചെല്ലാം, അവരോട് ചോദിക്കാം, കുട്ടികള് ഫോൺ കാണുന്നുണ്ടോ, ന്യൂട്രീഷൻ പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ ഫുഡ് കൊടുക്കുന്നുണ്ടോ, വാക്സിൻസ് എടുക്കുന്നുണ്ടോ, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതലാണ്. അപ്പൊ നമ്മളത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാം. കുട്ടികളെ വഴക്ക് പറയുന്നുണ്ടോ എന്നൊക്കെ ആരെങ്കിലും ഒക്കെ റീജുവിനെ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം കേട്ടോ. നമുക്കിപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ സർവേ ഒക്കെ കണ്ടക്ട് ചെയ്യാവേ. അല്ലെങ്കിൽ നമ്മളുടെ കൂടെ പഠിച്ച കുട്ടികൾ ഉണ്ടാവില്ലേ, അവർക്കും കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ടുണ്ടാവും. അവരുടെ അടുത്തായാലും ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ നേരിട്ട് വീടിന്റെ അടുത്താണെങ്കിൽ നേരിട്ട് ചെന്ന് സർവേ കണ്ടക്ട് ചെയ്യാം. സാമ്പിൾസ് കളക്ട് ചെയ്യാം. ഈ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് ഒരു മിനി പ്രൊജക്ട് പോലെ പ്രിപ്പയർ ചെയ്യണം. ജിഷ മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ. ജിഷ മിസ് അല്ല തന്നത്. എന്താണ്? സബ്മിറ്റ് ചെയ്യണോ? സബ്മിറ്റ് ചെയ്യണ്ട, അത് വൈവേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മിസ്, ഇത് ക്വസ്റ്റ്യൻ കിട്ടിയതിന് ശേഷം ചെയ്താൽ പോരെ? ഇത് നമ്മളെ റെക്കോർഡ് ബുക്കിലൊന്നും ചെയ്യേണ്ടതല്ലോ. വേണ്ടടാ, അത് ശരിക്കും പറഞ്ഞാലേ ഈ പ്രൊജക്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രോജക്ട് ചെയ്തിട്ടുണ്ടോ ഡിഗ്രിക്കൊക്കെ പഠിച്ചപ്പോ? ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങളോട് ഞങ്ങൾ അങ്ങനെ പറയാറില്ല. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു ഫയലില് A4 ഷീറ്റിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്കിങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ ഒരു സ്പൈറലൊക്കെ ചെയ്തു വരൂലേ,
അതേപോലെ ചെയ്യണം എന്ന് നിർബന്ധം പറയുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അതേപോലെ ചെയ്യും. മാം അസൈൻമെന്റ് ഏതായാലും നോട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞങ്ങളൊക്കെ, വലിയൊരു നോട്ട്, അതിലേക്ക് മതിയോ? ജിഷാ മിസ് പറഞ്ഞിട്ട് അസൈൻമെന്റ് എഴുതാൻ ഒരു ബുക്ക് മേടിച്ചായിരുന്നു. ആ ബുക്കിൽ എല്ലാ വിഷയത്തിന്റെയും കൂടെ ഒന്നിച്ച് അതേ ചെയ്താൽ മതി എന്നാ പറഞ്ഞു. കാരണം എന്താണെന്നറിയാവോ, അസൈൻമെന്റ് ചിലപ്പോൾ നിങ്ങള് ക്ലാസ് വൈൻഡപ്പ് ആവുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് ആവുമ്പോഴേക്കും ആ ബുക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ അസൈൻമെന്റ് അതിൽ തന്നെ ചെയ്യണമെങ്കിൽ ബാക്കിന്ന് സർവേ ചെയ്താലും കുഴപ്പമില്ല. ഇൻട്രൊഡക്ഷൻ, ബോഡി, അങ്ങനെ കുറച്ച് കണ്ടന്റുകൾ ഉണ്ടല്ലോ, അതനുസരിച്ച് മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ആ ബുക്കിലായാലും ചെയ്തോട്ടോ. നമുക്ക് ഈ ബുക്ക് ചെയ്യാൻ പറയാൻ കാരണം മിസ്സായിട്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ്. A4 ഷീറ്റിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മിസ്സായി പോകുന്നുള്ള കയ്യിൽ നിന്ന്. അതുകൊണ്ടാണ് ബുക്കിൽ ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആ സർവേയുടെ ഇത് പ്രിന്റ് എടുത്തിട്ട് ഇങ്ങനെ ടിക്ക് ഇടുന്ന പോലെ അങ്ങനെയാണോ മിസ്സേ? അത് പിൻ ചെയ്ത് വെച്ചാൽ മതി. ഏറ്റവും ബുക്കിൽ അത് ലാസ്റ്റ് ആയിട്ട് ബുക്കിൽ അത് സ്റ്റാപ്ലർ ചെയ്ത് വെച്ചാൽ മതിയോ? അങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഓരോരുത്തരുടെ പേരെഴുതണമായിരിക്കും അല്ലേ? ഓരോരുത്തരുടെ പേരും ഡീറ്റെയിൽസും, ആ കുട്ടി പഠിക്കുന്ന ക്ലാസ്, അതിന്റെ വയസ്സ്, ആ കുട്ടിയുടെ വയസ്സ്, കാര്യങ്ങളൊക്കെ കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. മിസ്സേ, ഈ യൂണിറ്റ് 8 മിസ്സാണോ എടുക്കുന്നേ? അതെ, ഇപ്പൊ എടുക്കുന്നത് ഏതാ മിസ്സേ? യൂണിറ്റ് 3 ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. പേജ് നമ്പർ എത്രയാണ്? പേജ് നമ്പർ 10. ഓക്കെ, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. ഇത് നല്ല ഹെൽത്തി ആയിട്ട് ഒരു കുട്ടി വളരണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റും മസ്കുലർ ഡെവലപ്മെന്റും മെന്റൽ ഡെവലപ്മെന്റ് ഒക്കെ വേണമെങ്കിൽ എന്ത് വേണം? പ്രോപ്പർ ആയിട്ട് ഫുഡ് കഴിക്കണം അല്ലെ? പ്രോപ്പർ ആയിട്ട് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അല്ല, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അല്ലെ? അപ്പോ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. അല്ലാത്ത പക്ഷം ന്യൂട്രീഷ്യസ് ഫുഡ് അല്ല കുട്ടികൾക്ക് കൊടുക്കുന്നെങ്കിൽ ആ കുട്ടികൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്കല്ല, മുതിർന്നവര്, ഒരു 30 വയസ്സ് കഴിഞ്ഞവർക്ക് മിക്കവർക്കും ഡയബറ്റിക് ആണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളുടെയൊക്കെ പ്രായത്തിൽ ഡയബറ്റിക്, ഷുഗർ ആണ്, വിത്തൗട്ട് ഷുഗർ ഒക്കെ പറഞ്ഞു തുടങ്ങി. 90s കിഡ്സിനൊക്കെ അറിയാൻ പറ്റും. അല്ല, ചെറിയ കുട്ടികൾക്ക് പറയാൻ പറ്റില്ല. ബ്ലഡ് മിക്കവർക്കും ഇപ്പൊ നമ്മൾ ഷുഗർ, ഡയബറ്റിക്കും കാര്യങ്ങളൊക്കെയാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ചെറുപ്പം മുതലേ ക്യാൻഡി, ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നതിലൂടെ നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ. അപ്പൊ അത് നമ്മളുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ നമുക്കത് നമ്മുടെ ബോഡിയിൽ വേണ്ടതിലും കൂടുതൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടാൻ കാരണമാകുന്നു. ഇതെല്ലാം അൺഹെൽത്തിയാണ്. അപ്പൊ നമ്മൾ കുട്ടികൾക്ക്, വളരുന്ന കുട്ടികൾക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ പാചകം ചെയ്ത ഫുഡ് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, മാക്സിമം നമ്മൾ വീട്ടിൽ പാചകം ചെയ്ത് കുക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കുട്ടികൾക്ക് എന്ത് ചെയ്യാം? ആ ഫുഡും കാര്യങ്ങളും കൊടുക്കാം. അതേപോലെ നമ്മുടെ സീസണബിൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അത് നമുക്ക് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ചിലപ്പോൾ നമ്മളത് കൊടുക്കുമ്പോ ചിലപ്പോൾ കഴിക്കണമെന്നില്ല. ക്യാരറ്റ് എന്ന് പറഞ്ഞ സംഭവമില്ലേ, എന്റെ മോള് ക്യാരറ്റ് കഴിക്കില്ല. ക്യാരറ്റ് തോരനൊക്കെ വെച്ച് കൊടുത്താൽ കഴിക്കില്ല. ക്യാരറ്റ് ഞാൻ വേറൊരു രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. ക്യാരറ്റ് ഹലുവയല്ല, എന്നാൽ അതേപോലെ സ്വീറ്റ് ആയിട്ട് കുറച്ച് തോന്നുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കും. അത് അവള് കഴിക്കും. അപ്പൊ നമ്മള് ആ ഒരു ഫുഡ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കല്ല വേണ്ടത്. നമ്മളത് എങ്ങനെയെങ്കിലും കുട്ടിക്ക് അത് കൊടുക്കാൻ ശ്രമിക്കാം. ഇപ്പം അതേപോലെ തന്നെ നമ്മളുടെ വഴുതനങ്ങ ആൾക്ക് ഇഷ്ടമല്ല. വഴുതനങ്ങ ഇങ്ങനെ തോരൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കില്ല. പക്ഷെ ഞാനത് ഫ്രൈ ചെയ്ത് കൊടുക്കും. ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആള് കഴിക്കും. അപ്പൊ ഞാൻ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മീൻ കറി ഒന്നും ഇല്ലാത്ത ദിവസം, അല്ലെങ്കിൽ മീൻ വറുത്തതൊന്നും ഇല്ലാത്ത ദിവസം ഇത് മീൻ വറുത്തതുപോലെ ഞാൻ ഫ്രൈ ചെയ്ത് കൊടുക്കും. അപ്പൊ ആള് നല്ല രീതിയിൽ അത് കഴിക്കും. അപ്പൊ ആൾക്ക് വിശപ്പുള്ള സമയത്ത് ഇഷ്ടമല്ലാത്ത ഫുഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് ആ ഫുഡ് കഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോ നമ്മുടെ ടീച്ചേഴ്സിന്റെയും പാരന്റ്സിന്റെയും ഒരു ഉത്തരവാദിത്തമാണ് നമ്മളുടെ കുട്ടികൾ പ്രോപ്പർ ആയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ, അവരുടെ ഗ്രോത്തിന് ആവശ്യമുള്ള ഫുഡ് അവർ കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതേപോലെ അവർ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്ന ഫുഡ് അവർ ഫുള്ളും കഴിക്കുന്നുണ്ടോ. അപ്പൊ നമ്മൾ പാരന്റ്സിനോട് പറയാം, ആവശ്യത്തിനുള്ള ഫുഡ് കൊടുത്തു വിട്ടാൽ മതി, അത് കഴിക്കുന്ന അത്രയും ഫുഡ് കൊടുത്തിട്ടാൽ മതി. നമ്മൾ നോക്കണം എല്ലാ കുട്ടികളും ആ ഫുഡ് പ്രോപ്പർ ആയിട്ട് കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. വെജിറ്റബിൾസ് കൂടുതൽ നമ്മളുടെ ഫുഡില് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം.
പിന്നെ സീസണൽ ഫ്രൂട്ട്സിന്റെ കാര്യം പറഞ്ഞു. പ്രോപ്പർ ആയിട്ട് നമ്മൾ ഫുഡും കാര്യങ്ങളും കൊടുക്കുന്നതിലൂടെ കുട്ടികൾ ഹെൽത്തി ആയിട്ട് മാറും. നമ്മള് ഫുഡ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അത് എന്തെല്ലാം വരുന്നുണ്ട്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, മിനറൽസ്, വൈറ്റമിൻസ്. ഇതെല്ലാം കുറഞ്ഞു കഴിഞ്ഞാലും അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്, കൂടിയാലും അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ കറക്റ്റ് എമൗണ്ട് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യോ? വായിക്കാം. ശ്യാമ. Food, nutrition and balanced diet. The growing children require healthy food for their proper development. Preschool children need to get loads of nutrition and energy from their food as they are growing and developing speedily as they have small stomach. The foods they eat should provide energy and nutrition in compact form. In the lack of a required measure of nutrition, the child faces incapability to cope with the situation which his age demands. Therefore, both the parents and teachers must see that children get the food required for their growth and power. They should be given food which is wealthy in carbohydrates, proteins, and minerals and vitamins. അടുത്ത് വായിക്കണമേ. ഓക്കെ, മ്യൂട്ട് ആയിരുന്നേ. അപ്പോ നിങ്ങള് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒക്കെ എടുത്തോ? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എടുത്തു. അതിന് ഡെവലപ്മെന്റ് സ്റ്റേജസ് പറയുന്നുണ്ടല്ലേ? ഇന്ന ഏജില് ഫാസ്റ്റ് ആയിരിക്കും, ഇന്ന ഏജുകളില് ഡെവലപ്മെന്റ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ ഹൈറ്റും വെയിറ്റിന്റെ കാര്യം, ഇന്ന ഏജില് ഇത്ര ഹൈറ്റ് ഇത്ര വെയിറ്റ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലേ? അപ്പോ നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, ഗ്രോയിങ് ചിൽഡ്രൻസിന് ആപ്റ്റ് ആയിട്ടുള്ള അളവിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, മിനറൽസ്, വൈറ്റമിൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. നമുക്കറിയാം നമ്മളെക്കാളും കൂടുതൽ എനർജി ആവശ്യമാണ് കുട്ടികൾക്ക് അല്ലെ? ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കണമെങ്കിലും നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, പഠിക്കുന്ന കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിലും അവർക്ക് എന്ത് വേണം? എനർജി വേണം. ഈ എനർജി എവിടെ നിന്ന് നമുക്ക് കുട്ടികൾക്ക് കിട്ടുന്നത്? ഫുഡിൽ നിന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കുട്ടികൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ട് കുട്ടികൾ കഴിച്ചിരിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ പുട്ട്, അത് നമ്മുടെ ദോശ, ഇഡ്ഡലി അങ്ങനെ തന്നെ ആവണമെന്നില്ല. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ആപ്പിൾ ആയാലും മതി, കുട്ടി ഒരു ആപ്പിൾ കഴിച്ചാലും മതി, ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെയാണ്. അവന് അന്നത്തെ ദിവസത്തേക്ക് വേണ്ട എനർജിയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഫ്രൂട്ട്സ് വേറെ ഏതെങ്കിലും ആണെങ്കിലും ഇപ്പൊ നേന്ത്രപ്പഴോ ഒക്കെ ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ തോന്നുന്നത് അത് കൊടുക്കുക. നിർബന്ധമായിട്ടും ഈ നമ്മൾ ഈ പറയുന്ന പോലെ ഫുഡും അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളൂ. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് എമൗണ്ട് നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. നമ്മള് ഫുഡ് ഈസ് ഹൈലി റിക്വയർഡ് ഫോർ നോർമൽ ഫങ്ഷൻ. നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ നോർമൽ ഫങ്ഷൻ എന്ത് വേണം? ഫുഡ് വേണം അല്ലെ? ഫുഡ് നമ്മൾ പ്രോപ്പർ ആയിട്ട് കഴിക്കണം. ഇനി കറക്റ്റ് എമൗണ്ട് ഓഫ് ഫുഡ് കഴിക്കാൻ ശ്രമിക്കണം. എക്സസീവ് ആയിട്ട് ഫുഡ് കഴിക്കുന്നതും അൺഹെൽത്തി ആണ്. ഒരുപാട് ഫുഡ് കഴിക്കൂലേ, അതെങ്ങനെയാണ്? അൺഹെൽത്തി അല്ലേ? അപ്പോ ഞാൻ എപ്പോഴാണ് ഫുഡ് ഒരുപാട് കഴിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ആയിട്ടില്ലേ, എനിക്ക് എക്സാം ഒക്കെ വരുന്ന സമയത്ത് ഞാൻ ഫുഡ് കൂടുതലായിട്ട് കഴിക്കും. എന്റെ വീട്ടിലായിരുന്ന സമയത്ത് ചെറുപ്പത്തില് അമ്മ ചോദിക്കും, ഭയങ്കര വിശപ്പായിരിക്കും, എക്സാം എടുക്കുമ്പോൾ ഭയങ്കര വിശപ്പ്, ഭയങ്കരമായിട്ട് ചോറ് കഴിക്കുന്നു. അമ്മ ചോദിക്കും എക്സാം ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറയും ടെൻഷനൊന്നുമില്ലല്ലോ, എന്ത് തന്നെ അല്ല നീ സാധാരണ കഴിക്കുന്നതിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ പറയും ആണോ? ചിലപ്പോ ഉണ്ടാവായിരിക്കും. എന്നുവെച്ചാൽ ടെൻഷൻ, എനിക്ക് എന്നെ സംബന്ധിച്ച് ഓവർ ഈറ്റിംഗ് വരുന്നത് ടെൻഷന്റെ സമയത്താണ്. പക്ഷെ ഞാനത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ നടക്കാറില്ല. ആ ഓവർ ഈറ്റിംഗ് എക്സസീവ് ആയിട്ട് നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കും. ടെൻഷൻ വന്ന ഫുഡ് കഴിക്കുന്ന ഒരു ടീമിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഓവറായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞേ റീജുവിനെ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ടെൻഷൻ വരുമ്പോൾ കുറച്ച് കൂടുതൽ ഫുഡ് കഴിക്കാൻ നോക്കാം. ആടാ വേറെ ആളുണ്ടോ? എന്റെ മോള് ആപ്പിള് കഴിക്കും മാം, പക്ഷെ അവൾക്ക് ഉപ്പും പിന്നെ പെപ്പർ പൗഡർ ഇല്ലേ അതൊക്കെ ഇട്ട് കൊടുക്കണം. ഇന്നലെ കഴിച്ചു, അത് പ്രശ്നമുണ്ടോ അങ്ങനെ കൊടുക്കുന്നത്? ഉപ്പ് വാങ്ങി മനസ്സിലായില്ലാടാ?
കേട്ടില്ലേ മാം പറഞ്ഞത്? അല്ല എനിക്ക് ആ മാം, മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ ഒന്ന് കുട്ടികളുടെ ഒരു എഴുതി ട്രെൻഡാണത്. അതായത് അതെ. ആപ്പിളില് മുളക് പൊടി, ഉപ്പ്, ചിലപ്പോ കുരുമുളക് അങ്ങനെയൊക്കെ സ്ലൈഡ് ചെയ്ത് കഴിക്കുന്നത്. കുറച്ച് ഉപ്പുമുളകൊക്കെ ഇട്ട് കഴിച്ചോട്ടെ. പക്ഷെ ഡെയിലി നമ്മളൊക്കെ പറ്റൂലല്ലേ? ഡെയിലി കഴിക്കരുത്, വല്ലപ്പോഴും. നമ്മളൊക്കെ ചെയ്തിട്ടില്ലേ? നമ്മള് പണ്ട് ഏതാണ് വെക്കേഷൻ സീസൺ ഒക്കെ ആവുന്ന സമയത്ത് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് നൈസായിട്ട് മുളക് ഉപ്പൊക്കെ ഇട്ട് കഴിച്ചത് ഓർമ്മയൊന്നും ആർക്കും? മാങ്ങ, നമ്മള് അമ്പഴം മാങ്ങ അങ്ങനെ കഴിക്കും, ഇപ്പോഴത്തെ പിള്ളേർ ആപ്പിൾ ആണെന്ന് മാത്രം. ആണോ? ആപ്പിളിൽ കഴിക്കുന്നുണ്ട്? ഞാൻ ആദ്യമായിട്ട് അറിയട്ടോ. എന്റെ അതെ അതെ, എന്റെ വീട്ടില് തീരെ ആപ്പിൾ വാങ്ങിച്ചാൽ പച്ചക്കളർ ആപ്പിളില്ലേ? അല്ല, ഇങ്ങനെ വെറുതെ ആപ്പിൾ തിന്നുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഉപ്പും മുളക് പൊടിയൊക്കെ പൊടിക്കും. യൂട്യൂബിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കാണിക്കുമ്പോഴേ അത് കണ്ടിട്ടാണോ അവരിങ്ങനെ കഴിക്കാൻ? അതെ, എന്റെ മോള് യൂട്യൂബിൽ റീൽ കണ്ടിട്ടാണ് പറയുന്നത്. അവൾക്ക് അപ്പൊ സ്റ്റിക്കും അവൾക്ക് കൊടുക്കണം. സ്കൂളില് സ്നാക്കായിട്ട് അങ്ങനെയാ കൊണ്ടുപോകാറ്. എപ്പോഴല്ല, എപ്പോഴെങ്കിലും. ഒന്ന് ശ്രദ്ധിക്കണോട്ടാ, ഫോണൊന്നും അധികം കൊടുക്കണ്ട. അപ്പോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ കാണിക്കുമ്പോ കുട്ടികൾക്കും കഴിക്കാനൊക്കെ തോന്നും. അതായിരിക്കും. പേരൊക്കെ അങ്ങനെ ചെയ്ത് കഴിക്കുന്ന കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുള്ളത്. ഈ മധുരം കുറവുള്ള സാധനം എല്ലാം ജസ്റ്റ് ഒരു ഉപ്പ് ചെറുങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും മിസ്സേ. പൈനാപ്പിള്. അതെ. അല്ല, എനിക്കിഷ്ടാണ്. ഇതിന് എപ്പോഴും കഴിക്കാൻ പാടില്ല എന്നുള്ളൂ കേട്ടോ. എന്റെ വീട്ടില് ഈ ചാമ്പങ്ങ അത് ഇതേപോലെ കഴിക്കും. ഒരു കിണ്ണ ഫുള്ളായി വെച്ച് കൊടുത്താൽ കിട്ടുന്ന തിന്നും. പക്ഷെ എന്താണ്, ഉപ്പും മുളകും വേണം. അതാണ് പ്രശ്നം. അതൊക്കെ കുട്ടികൾ എങ്ങനെയാ? പക്ഷെ അതൊന്നും എപ്പോഴും ഉണ്ടാവില്ലല്ലോ, എപ്പോഴെങ്കിലും കിട്ടുന്ന സംഭവമല്ലേ. എപ്പോഴും ആകുമ്പോഴാണ് നമ്മളെ കിഡ്നിനെയും പിന്നെ അങ്ങനെയെല്ലാം ബാധിക്കാൻ, എല്ലുകള ഉപ്പ് കൂടുതലാകുമ്പോ. ശരിക്കും വെള്ളം പറഞ്ഞാൽ നല്ലോണം കുടിക്കുകയും വേണം. അധികം കഴിക്കുന്നതും പ്രശ്നമാണ്, ഉപ്പ് കുറയ്ക്കുന്നതും പ്രശ്നമാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഉപ്പ് തിന്നുന്നവരും വെള്ളം കുടിക്കുന്നവര് ചൊല്ലില്ലേ, അതേപോലെയാ ഉപ്പിന്റെ കാര്യത്തിൽ. അത് 100% കറക്റ്റാ. ഓക്കെ. അപ്പൊ അധികം സോൾട്ടും ഷുഗറും അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ഒത്തിരി മധുരമൊക്കെ ഭയങ്കരമായിട്ട് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒത്തിരി ഷുഗറും കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാതിരിക്കാൻ നോക്കാം. അപ്പൊ മിൽക്ക് ആണെങ്കിൽ പോലും അധികം ഷുഗർ ഇടാത്ത രീതിയിൽ കൊടുക്കാൻ നോക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഫുഡ് മുടങ്ങാതെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. പ്രോപ്പർ ആയിട്ട് പറഞ്ഞോടാം. അപ്പൊ നമ്മൾ ഈ ഷുഗർ ആഡ് ചെയ്യുമ്പോ മിൽക്കിന്റെ ക്വാളിറ്റിക്ക് എന്തെങ്കിലും കുറവുണ്ടാവുമോ? മിൽക്കിന്റെ ക്വാളിറ്റിക്ക് കുറവുണ്ടാവില്ല, നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടും. നമ്മള് മുതിർന്നവരാ കുടിക്കുന്നെങ്കിൽ തീരെ ആഡ് ചെയ്യാണ്ട് വെറും സാധാ പാല് കുടിക്കുന്നതാ നല്ലല്ലേ മിസ്സേ? അവര് നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ പാരന്റ്സ് ഒക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടിട്ട് ഷുഗർ ഒക്കെ ഇട്ട് മിൽക്ക് തന്നിട്ടുള്ളത്. നമ്മളത് ഇപ്പോഴും ഫോളോ ചെയ്യുന്നവരായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ മാക്സിമം കുറയ്ക്കാൻ നോക്കാം. നമുക്കിപ്പോ നമ്മുടെ ഏജ് നോക്കാം, ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ മാക്സിമം നമ്മൾ കുറച്ച് കൊണ്ടുവരാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ ഹെൽത്ത് കുറച്ച് കെയർ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോഴത്തെ എല്ലാവരും നമുക്ക് ഇപ്പൊ പാല് കുടിക്കുമ്പോ ഒരു ഈത്തപ്പഴം അതിന്റെ കൂടെ കടിച്ചു കഴിക്കുവാണെങ്കിൽ മധുരത്തിന്റെ ആവശ്യമില്ല. അതേപോലെ ചായക്കും ഒക്കെ അങ്ങനെ നിർബന്ധമുള്ള ആൾക്കാർക്ക് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഷുഗറിന്റെ പ്രശ്നം വരില്ല അല്ലേ? ഞാനല്ല അങ്ങനെ ചെയ്യല്. ഞാൻ ചായയും കാപ്പിയൊന്നും കുടിക്കലില്ല. പക്ഷേ വെള്ളം എല്ലാം കുടിക്കുമ്പോൾ എനിക്ക് ചില സമയം ഇങ്ങനെ ഈത്തപ്പഴം ഞാൻ കൂടെ കഴിച്ചിട്ടേ കുടിക്കലുള്ളൂ. രാവിലെ എല്ലാം വെറും വയറ്റിലെല്ലാം വെറും വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു പോലെയല്ല, ഈ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. നമ്മളപ്പോ ഈ ഷുഗറിന് പകരം പനം കൽക്കണ്ടം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അത് ആഡ് ചെയ്താലോ? അതിലും ഉണ്ടടാ ഗ്ലൂക്കോസ്. നമ്മൾ വിചാരിക്കും പനക്കൽക്കണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്ന് കിട്ടുന്നത് ഈ ഷുഗർ തന്നെയാണ്. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും പനം കൽക്കണ്ടം. അത് സാധാരണ ഷുഗർ തന്നെ ആയിരിക്കും. പിന്നെ പനം കൽക്കണ്ട് നമുക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ കഴിച്ചോ, പക്ഷെ എന്നാലും അതിലുണ്ട് ഗ്ലൂക്കോസിന്റെ കണ്ടന്റ്. ഓക്കെ. അപ്പൊ നമ്മൾ മാക്സിമം ഷുഗർ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ പാലൊക്കെ ഒരുപാട് മധുരത്തിൽ കൊടുക്കാതിരിക്കാൻ നോക്കാം. ഞാൻ മാക്സിമം ഷുഗർ വീട്ടിൽ കുറയ്ക്കാനുള്ള കാരണം വെച്ചാൽ എന്റെ ഹസ്ബൻഡ് ടൈപ്പ് 2 ഡയബറ്റിക്കാ. ടൈപ്പ് 2 അധികം ഏജ് ഒന്നും ഇല്ല കേട്ടോ. 32 years ഉള്ള സമയത്താണ് ഈ ഡയബറ്റിക് ആണെന്ന് അറിയുന്നത്.
ടൈപ്പ് 2 ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ആള് നല്ല രീതിയിൽ പഞ്ചസാര ഷുഗർ നല്ല രീതിയിൽ കഴിക്കുമായിരുന്നു. ചെറുപ്പം മുതലേ പറയുന്ന ഇപ്പൊ ഞാൻ വരുന്ന കാലം മുതലേ കേൾക്കുന്ന മാഷിന് ഭയങ്കരമായിട്ട് ഷുഗർ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കരമായിട്ട് മധുരം കഴിക്കും, പായസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചിരിപ്പിൽ കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോ കിഡ്നിക്ക് ചെറിയൊരു പ്രശ്നം, കിഡ്നി സ്റ്റോണിന്റെ ഇതായിട്ട് സ്കാൻ ചെയ്ത് നോക്കി, വയറൊന്ന് സ്കാൻ ചെയ്ത് നോക്കി. ആ സമയത്ത് കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ട്, 2 സ്റ്റോൺ ഉണ്ടായിരുന്നു. അത് കൂടാതെ ലിവർ ഫാറ്റി ലിവർ ആണ്. ആള് നോൺ ആൽക്കഹോളിക് ആണ്, ആൽക്കഹോൾ ഒന്നും കഴിക്കാത്ത ഒരാളാണ്. അപ്പൊ എങ്ങനെ ഫാറ്റി ലിവർ വന്നത്? സാധാരണ ഫാറ്റി ലിവർ സ്ത്രീകൾക്കാണ് കേട്ടിട്ടുള്ളത് അല്ലെ? അല്ലെ, കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്ന ഫാറ്റി ലിവർ സ്ത്രീകൾക്കാണ്. കാരണം നമ്മളെ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഫാറ്റി ലിവർ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോ ഈ ഫാറ്റി ലിവർ വന്നത് എന്തുകൊണ്ടാണ്? ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി, കൊളസ്ട്രോളും ഷുഗറും ആണ് അന്ന് ടെസ്റ്റ് ചെയ്തിട്ട്. കൊളസ്ട്രോൾ നോർമൽ ആയിരുന്നു, പക്ഷേ എന്താണ് ബ്ലഡില് ഷുഗറിന്റെ അളവ് കൂടുതലാണ്. അന്നാണ് അറിയുന്നത് ആൾക്ക് ഷുഗർ ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഡോക്ടറിന്റെ അടുത്ത് ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഷുഗർ ഉണ്ട്, കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തു, കൺട്രോളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. നല്ല രീതിയിൽ ഷുഗറും പിന്നെ എക്സസൈസും ഫുഡ് ആൾക്ക് വെച്ചാൽ ചോറ് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ചോറ് നന്നായിട്ട് കഴിക്കുന്ന ടീമാണ്. ഒരു നേരം മാത്രം ചോറ് കഴിക്കുന്നു, ബാക്കി 2 നേരം നമ്മുടെ സാധാരണ നോർമൽ ആയിട്ടുള്ള പലഹാരങ്ങൾ പോലെ ഇപ്പൊ വീറ്റോണ്ട് അല്ലെങ്കിൽ റാഗി ഇല്ലേ, റാഗി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു തുടങ്ങി. പിന്നെ സലാഡും കാര്യങ്ങളും. ഈ ഷുഗർ ഉള്ളവർക്ക് നല്ല വിശപ്പായിരിക്കും, അവർക്ക് എന്ത് കഴിച്ചാലും എന്താ പറയാ എന്താണ് ഫുൾ ആവാത്ത പോലെ ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സാലഡ്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. സാധാരണ രീതിയിലുള്ള കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. യൂട്യൂബ് ഒക്കെ കണ്ട് സാലഡിൽ തന്നെ പല പല വെറൈറ്റീസ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കൺട്രോൾ ഒക്കെ ചെയ്ത് നോർമൽ ആയിട്ട് വന്നപ്പോ വീണ്ടും ഈ ഒരു സ്റ്റോണിന്റെ പ്രശ്നം വന്നേ. സ്റ്റോണിന്റെ പ്രശ്നം വന്നപ്പോ സർജറി ചെയ്യേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഷുഗർ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, മെഡിസിൻ എടുക്കണം. മെഡിസിൻ എടുക്കാൻ തുടങ്ങി. ഇപ്പൊ മെഡിസിൻ എടുക്കുന്നുണ്ട്. മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് ബ്ലഡ് ഷുഗർ വളരെ ലോ ആയിട്ട് കാണിക്കുന്നത്. മെഡിസിൻ എടുത്തില്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ഹൈ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മളായാലും സ്ത്രീകളായാലും ഷുഗറിന്റെ അളവ് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ എന്റെ മാഷിന് എന്താ പറയാ, മാഷിന്റെ അതേ പാരമ്പര്യമാണ് ഇളയാൾക്ക്. അവൻ ഡെലിവറി കഴിഞ്ഞ് സാധാരണ കുട്ടികൾക്ക് ഷുഗർ നോർമൽ ആവാൻ കുറച്ച് ടൈം എടുക്കും അല്ലെ? ഡെലിവറി കഴിഞ്ഞ് കുട്ടി ജനിച്ചതിന് ശേഷം പെട്ടെന്ന് ഷുഗർ നോർമൽ ആവില്ല. നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യും. പിന്നെ ആദ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ മുതൽ ഷുഗർ ഉണ്ട്, ബ്ലഡില് അത്യാവശ്യം ഷുഗർ ഉണ്ട്. പാരമ്പര്യമായിട്ട് കിട്ടിയതായിരിക്കാം. അവനെ സംബന്ധിച്ചത് ടൈപ്പ് 1 ആണ്, പാരമ്പര്യമായിട്ട് വരുന്ന ഷുഗറാണ്. മാഷിനെ സംബന്ധിച്ച് വീട്ടിൽ വേറെ ആർക്കും ഇല്ല, അത് ടൈപ്പ് 2 ആണ്. അപ്പൊ ഞാൻ അവന്റെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോ ചെറുപ്പം മുതൽ ഷുഗർ അങ്ങോട്ട് കുറക്കും. നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കില്ലേ, ആ സമയം മുതലേ ഞാൻ ഷുഗർ ഉണ്ട്. ഇപ്പൊ അധികം ഇടൂല. ഷുഗർ ഉണ്ടോ ഓക്കെ, അതിന് ചെറിയ മധുരം ഉണ്ടാവുള്ളൂ. ഇതേപോലെ പനങ്കൽക്കണ്ടാണ് കുറുക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൊടുത്തിരുന്നത്. അതിന് ലൈറ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് കൊടുത്തിരുന്നത്. ഇതിന് ഒരു 1.5-2 വയസ്സ് വരെ മിഠായി എന്ന് പറയുന്ന സംഭവം, ചോക്ലേറ്റ് ഞാൻ കൊടുക്കാറില്ല. കോല് മിഠായിയോ ഒന്നും കൊടുക്കാറില്ല. പക്ഷെ ഒരു ഇത് വന്നു, കഴിഞ്ഞ ഇടയ്ക്ക് വീട്ടിൽ വിരുന്നാല് വന്ന സമയത്ത് ഇവന് മിഠായി വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. അപ്പൊ ഈ ഷുഗറിന്റെ ടേസ്റ്റ് ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ചോദിക്കുന്നുണ്ട്, പോരുമ്പോ ക്ലാസ്സിനൊക്കെ പോരുമ്പോ എന്നോട് പറയും മിഠായി വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന്, വ്യക്തമായിട്ട് പറയുന്നുണ്ട് മിഠായി വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന്. അപ്പൊ ആള് മിഠായി കഴിച്ചപ്പോ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത് കുറവാണ്. അപ്പൊ ഞാൻ ആരെങ്കിലും റിലേറ്റീവ്സ് ഒക്കെ വരാണെങ്കിൽ മിഠായി കൊടുക്കുന്ന സമയത്ത് ഞാൻ കണ്ണുരുട്ടി പേടിപ്പിക്കും. കാരണം ഈ ഷുഗർ അത്ര നല്ലതല്ല കുട്ടികൾക്ക്, ചെറുപ്പത്തിലേക്ക് കഴിക്കുന്നത് അത്ര നല്ലതല്ല, അൺഹെൽത്തി ആണ്. അതാണ് പ്രശ്നം. മോള് എന്നെ പോലെയാണ്. എന്നെ പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അവള് മധുരമുള്ളത് കഴിക്കില്ല. ഈ ലഡു ജിലേബിയും കാര്യങ്ങളൊന്നും കഴിക്കില്ല. ആളെ എനിക്കാളും ഓപ്പോസിറ്റ്. കേക്ക് കഴിക്കൂല, ലഡു കഴിക്കൂല, ജിലേബി കഴിക്കൂല. ഇപ്പൊ മിൽക്കിലാണെങ്കിൽ പോലും പഞ്ചസാര കൂടിക്കഴിഞ്ഞാൽ ആള് കഴിക്കില്ല. എനിക്കറിയാം അവളെ നോർമൽ ആയിട്ടുള്ള മിൽക്കിൽ എത്ര പഞ്ചസാര വേണമെന്ന്. ഷുഗർ ഉള്ളത് കഴിക്കുന്നില്ല. ചോക്ലേറ്റ് കഴിക്കും, അല്ലാതെ ബാക്കിയുള്ള ഷുഗറുകൾ ഉണ്ടല്ലോ അത് അധികം കഴിക്കില്ല. മോള് ഓക്കെയാണ്, ചില അവൾക്ക് ഷുഗറിനോട് അത്ര താല്പര്യമില്ല, പക്ഷെ മോള് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മള് കുട്ടികൾക്ക് ഷുഗർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ ചോക്ലേറ്റും കാര്യങ്ങളും ഒരുപാട് വാങ്ങിച്ചു കൊടുക്കരുത്. ഓക്കെ, നമ്മൾ ഒരുപാട് ചോക്ലേറ്റും കാര്യങ്ങളും, ഡാർക്ക് ചോക്ലേറ്റ് ആയാലും ഏതായാലും ചോക്ലേറ്റ് ഒന്നും അധികം വാങ്ങിച്ചു കൊടുക്കേണ്ട.
പിന്നെ അവരുടെ ടീത്തിന് അത് കംപ്ലൈന്റ് ആണ്. നമ്മൾ വിചാരിക്കും ചോക്ലേറ്റ് അല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അത് കുട്ടികൾക്ക് അൺഹെൽത്തി ആണ്. ടീത്തിന് കംപ്ലൈന്റ് വരുന്നു, അത് പല കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മൾ ചോക്ലേറ്റും കാര്യങ്ങളും കുറയ്ക്കാം. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇലക്കറികൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. ഇലക്കറികൾ ചീര, അതേപോലെ തന്നെ എന്താണ് മുരിങ്ങയില, നമ്മുടെ നാട്ടിലുള്ള ചീരയൊക്കെ ഉണ്ടല്ലോ, ആ ചീരയൊക്കെ വെച്ച് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെന്താണ്, അത് ചിലപ്പോൾ മുരിങ്ങയില എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല അല്ലെ, ഇത് കഴിക്കുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് വേറെ രീതിയിൽ അത് മുട്ടയൊക്കെ ഒഴിച്ച് ചിക്കി നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യാം. സീന അറിയാതെ വരുന്നതാണോ ഇമോജി? അതെ, എന്റെ മോനില്ലേ ഇപ്പൊ എക്സാം കഴിഞ്ഞ് വന്നപ്പോ അവൻ ആക്കിയതാ. അപ്പൊ സോറി ട്ടോ മാം. ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ കറക്റ്റ് കലോറീസ് കാൽക്കുലേറ്റ് ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങാം. ഇപ്പൊ നമ്മള് ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് പറയും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇത് ഇത്ര കലോറീസ് ഉണ്ട്, ഇത്രയും കഴിച്ചാൽ ഇത്ര കലോറീസ് ആഡ് ചെയ്യും, അത് പറ്റൂല, ഇത്രയും കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവര് നോക്കി കണ്ട അളവൊക്കെ എടുത്ത് കഴിക്കുന്നത് കാണാൻ പറ്റും അല്ലെ. അപ്പോ നമ്മൾ കലോറീസ് നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ ഫുഡ് കൊടുക്കാൻ നോക്കാം. കുട്ടികളുടെ കേസിൽ അവർ ഫുഡ് കഴിക്കാത്തതാണ് പ്രശ്നം. അല്ല, അവര് നമ്മള് ഫുഡ് കഴിക്കൽ കുറവായിരിക്കും. നമ്മൾ കറക്റ്റ് ആയിട്ട് അവര് ഫുഡ് കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. നമ്മള് നമ്മുടെ ഫുഡിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേര് എന്താണെന്ന് അറിയാമോ? മെറ്റബോളിസം ആണോ? അതെ, നമ്മളുടെ ബോഡിയിൽ നമ്മൾ ആ ഫുഡിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് മെറ്റബോളിസം. ഓക്കെ, നമുക്ക് ആ പാരഗ്രാഫ് വായിച്ചാലോ? Though food is highly required for the normal functions of the human body and presentations of its health, the input of excessive qualities of food will do more harm than good. Therefore, every human being has to regulate the input of food. The quantity of food eaten is calculated in calories. The quantity required depends upon various factors such as weight, amount of muscular work a person does, age, sex, climate, etc. The process by which food is used in the human body is called metabolism. ഓക്കെ, അതില് ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് മെറ്റബോളിസം മാർക്ക് ചെയ്യണം കേട്ടോ. നമ്മള് ഫുഡിനെ പ്രോസസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്താ, മെറ്റബോളിസം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർമൽ ഫങ്ഷനിങ്ങിന് ഫുഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സസീവ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് ഗുഡിനേക്കാൾ കൂടുതൽ ഹാംഫുൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ ഷുഗർ എക്സസീവ് ആയിട്ട് കഴിക്കുന്നത് നമുക്ക് നല്ലതിനേക്കാൾ കൂടുതൽ ദോഷമാണ് വരുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡ് റെഗുലേറ്റ് ചെയ്യേണ്ടതാണ്, കൺട്രോൾ ചെയ്ത് നമ്മൾ കഴിക്കണം. ഇനി ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഈറ്റൺ, നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കലോറീസിലാണല്ലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റി നമ്മൾ എത്ര ഫുഡ് കഴിച്ചു എന്ന് നമ്മൾ കണ്ടെത്തുന്നത് കലോറീസിലാണ്. അതൊന്ന് നോട്ട് ചെയ്യാം. ക്വാണ്ടിറ്റി റിക്വയർഡ് ഡിപ്പെൻസ് അപ്പോൺ ഒരുപാട് ഫാക്ടേഴ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റി നമ്മൾ പറയുന്നത്. വെയിറ്റ്, അതേപോലെ എമൗണ്ട് ഓഫ് മസ്കുലർ വർക്ക്. പണ്ട് നമ്മളുടെയൊക്കെ എന്താ പറയാ, നമ്മളുടെയൊക്കെ പൂർവികര് പാടത്തും പറമ്പത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുമായിരുന്നു അല്ലെ, മാനുവൽ ലേബർ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുമായിരുന്നു പറമ്പിലൊക്കെ. ആ സമയത്ത് അവരുടെ പാത്രം നിറയെ ചോറും അതേപോലെ എന്താ പറയാ കഞ്ഞിയും കാര്യങ്ങളൊക്കെ കുടിക്കുമായിരുന്നു. ഒരു പാത്രം നിറച്ച് ചോറ് അത് കഴിക്കുന്നു, അതേപോലെ കഞ്ഞിയൊക്കെ കുടിക്കുമായിരുന്നു. അതുപോലെ അവരെന്ത് ചെയ്യുമായിരുന്നു, നല്ല രീതിയിൽ വർക്കും ചെയ്യുമായിരുന്നു അല്ലെ, നല്ല രീതിയിൽ മസ്കുലർ എനർജി യൂസ് ചെയ്ത് വർക്ക് ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് അവർക്കൊന്നും എന്തില്ലാത്തത്, ഷുഗർ പോലുള്ള അസുഖങ്ങളൊന്നും അന്നില്ലാഞ്ഞത്. നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ ഇതേപോലെ ചോറ് കഴിക്കുന്നുണ്ട്, ആരെങ്കിലും ദേഹരങ്ങി പണിയെടുക്കുന്നുണ്ടോ? ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. കേരളത്തില് ഭൂരിഭാഗം ആൾക്കാരും വർക്ക് ചെയ്യുന്ന ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ സർവീസ് സെക്ടർ ആണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ടീച്ചിങ് പോലുള്ള സെക്ടർ ഉണ്ട്, ടീച്ചിങ് അങ്ങനത്തെ സെക്ടർ അധികം കായികമായിട്ടുള്ള വർക്കുകൾ വരാത്ത സെക്ടറിലാണ് കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ് നമുക്ക് ബോഡിക്ക് അത്രയും ഫുഡ് ആവശ്യമുണ്ടോ?
ശരിക്കും പറഞ്ഞാ ഇല്ല. വേണ്ടാലോ. നമുക്ക് തന്നെ തോന്നുന്നുണ്ട് നമ്മൾ അത്രയും ഫുഡ് കഴിക്കുന്നില്ല, ആവശ്യമില്ല. ഇനിയൊരു ദിവസം നമ്മൾ എടുക്കുമ്പോ, നമ്മളിപ്പോ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുക്കുമ്പോ നമ്മൾ പണ്ട് 3-4-5 കയ്യിലൊക്കെ ചോറ് എടുക്കുകയാണെങ്കിൽ അയ്യോ എനിക്ക് ഇത്രയും ആവശ്യമില്ലല്ലോ, ഞാൻ മസ്കുലർ എനർജിയുള്ള വർക്കൊന്നും ചെയ്തില്ല, അപ്പൊ കുറച്ച് മതി എനിക്ക് ചോറ്. കൺട്രോൾ ചെയ്യാൻ തുടങ്ങാം, ഫുഡ് കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങാം. നമ്മൾ അന്ന് നമ്മൾ കൂടുതൽ ഫുഡ് കഴിച്ചിരുന്നത് നമ്മൾ അതേപോലത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ്. അതേ ശീലം നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. അതേപോലെ ഏജ് കുഞ്ഞു കുട്ടികൾക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കണം. അവർക്ക് കൂടുതൽ മസ്കുലർ എനർജിയും ആക്ടിവിറ്റീസും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അവർ നല്ല പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ ഫുഡ് കറക്റ്റ് ആയിട്ട് കഴിക്കണം. പിന്നെ സെക്സ് പറയാൻ കാരണം ഫീമെയിൽ നമ്മള് സ്ത്രീകളെ അപേക്ഷിച്ച് കൂടുതലും ഫുഡ് ആര് കഴിക്കാറുണ്ട്? പുരുഷന്മാര് കഴിക്കാറുണ്ട് അല്ലെ? അതെ. എന്തുകൊണ്ടാണ്? അവർക്ക് കൂടുതൽ മസ്കുലർ റിലേറ്റഡ് ആയിട്ടുള്ള എനർജി ആവശ്യമുള്ള വർക്കുകളാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ പുറത്തൊക്കെ പോയി വർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് എന്ത് വേണം? എനർജി കാര്യങ്ങൾ കൂടുതലാണ്. നമുക്ക് സ്ത്രീകൾക്ക് കമ്പാരിറ്റീവ്ലി നമ്മൾ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നത് കുറവാണ് അല്ലെ? അപ്പോ നമുക്ക് അത്രയും എനർജി വേണ്ട. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫുഡ് സ്ത്രീകൾ കുറവും പുരുഷന്മാർ കൂടുതലായിരിക്കും കഴിക്കുന്നത്. ഇനി നമ്മള് ഫുഡ് നമ്മുടെ ബോഡി പ്രോസസ് ചെയ്ത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് മെറ്റബോളിസം. എന്താണ് പറയുന്നത്? മെറ്റബോളിസം. ഓക്കെ. ഇനി നമുക്ക് മെയിൻ ആയിട്ട് ഫുഡുകളെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഞാൻ പറയുന്ന പേരുകൾ ചിലപ്പോൾ ടെസ്റ്റിലെ പേരുകൾ തമ്മിൽ എനിക്ക് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എനർജി ഗിവിംഗ് ഫുഡ്, നമ്മുടെ ബോഡിക്ക് എനർജി തരുന്ന ഫുഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എനർജി ഗിവിംഗ് ഫുഡ് എന്ന് പറയുന്നത്. ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് വേണ്ട എന്താ പറയാ ബിൽഡിങ്ങിനും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ഫുഡുകളെയാണ് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഫുഡാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്. അങ്ങനെ 3 ടൈപ്പ് ഫുഡാണ് ഒരു വ്യക്തിക്ക് വേണ്ടത്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ 3 ടൈപ്സ് ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ വരുന്ന 20 സെക്കൻഡ് നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ജിഷ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലേ? ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ പ്ലാൻ ചെയ്ത് 20 സെക്കൻഡ്സിന് ഏത് പ്രോഗ്രാം എന്താണെന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. സാധാരണ എന്താ പറയാ MT ബാച്ചില് എല്ലാ ഫെസ്റ്റിവൽസും നമ്മള് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. എല്ലാ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ക്രിസ്മസ്, ഓണം, വിഷു ചെയ്യാറുണ്ട്. പിന്നെ ഏതാണ് ടീച്ചേഴ്സ് ഡേ, ചിൽഡ്രൻസ് ഡേയും ടീച്ചേഴ്സ് ഡേയും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇത്രയും സെലിബ്രേഷൻ സാധാരണയായിട്ട് നമ്മൾ ചെയ്യാറ്. അപ്പൊ നിങ്ങളത് പ്ലാൻ ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്യണം കേട്ടോ. ആരാണ്? ജിഷാമിസ് അല്ലേ ക്ലാസ് ടീച്ചർ? അന്ന് ജിഷാമിസ്. ജിഷാമിസിന്റെ ക്ലാസ്സിൽ സെലിബ്രേറ്റ് ചെയ്യാട്ടെ. പ്ലാൻ ഒക്കെ ചെയ്തോ, പ്രിപ്പയർ ഒക്കെ ചെയ്തോ. നമ്മൾ വിചാരിക്കും നമ്മളയ്യോ നമ്മളിവിടെ പല സ്ഥലത്തല്ലേ, നമ്മൾ ഒത്തിരി ദൂരെയാണെന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഓൺലൈനിലൂടെ ഡാൻസ് ഒക്കെ പഠിച്ച് പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. ചിൽഡ്രൻസ് ഡേക്ക് നമ്മൾ ചെയ്തായിരുന്നു മിസ്. അപ്പൊ നിങ്ങൾക്കറിയാലോ. അപ്പൊ നിങ്ങള് പ്രോഗ്രാം ഒക്കെ പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്തോ കേട്ടോ. ഞാൻ പറഞ്ഞോന്നുള്ളൂ. നമ്മള് ആക്ടിവിറ്റീസിന്റെ കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. നമ്മൾ ഏതൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു? സാൻഡ് പേപ്പർ ആൽഫബറ്റ്സും സാൻഡ് പേപ്പർ നമ്പേഴ്സും ചെയ്തു. അത് പറഞ്ഞില്ലല്ലോ. കേട്ടില്ല, അതൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെ സാൻഡ് പേപ്പറിനെ കുറിച്ചിട്ട്? ഇല്ല. ഷാമിസ് പറഞ്ഞോ? ഇല്ല മാം. നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആണ് സാൻഡ് പേപ്പർ
ആൽഫബറ്റ് കാർഡ് കേട്ടോ. സാൻഡ് പേപ്പറിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. സാൻഡ് പേപ്പർ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഒരക്കണ പേപ്പറാണോ? എന്താണ്? ഒരക്കണ പേപ്പർ അതെ, നമ്മള് ഇതില് യൂസ് ചെയ്യില്ലേ, ഏതിനാണ് പെയിന്റിങ്ങിന്റെ ഒക്കെ കടകളിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ്, അവർ പെയിന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു റഫ് ആയിട്ടുള്ള പേപ്പർ ഇല്ലേടാ? ചാർട്ട് പേപ്പർ അല്ലേ? ചാർട്ട് പേപ്പർ അല്ലടാ, സാൻഡ് പേപ്പർ. ജനലൊക്കെ ഒരച്ച് മിനുസപ്പെടുത്തുന്ന അതാണോ? അതാടാ. അതില് അത്യാവശ്യം ബ്ലാക്ക് കളർ അല്ലേ? ബ്ലാക്ക് കളറിലുണ്ട്, റെഡ് ഉണ്ട്, ഗോൾഡൻ ഉണ്ട്, 3 കളർ. ഓക്കെ ഓക്കെ. സാൻഡ് പേപ്പർ, സാൻഡ് പേപ്പറിന്റെ മനസ്സിലായത്? വേണമെങ്കിൽ സാൻഡ് പേപ്പറിന്റെ ഇമേജ് കാണിച്ചു തരാം. ഷീറ്റ് ആയിട്ടൊക്കെ നമുക്ക് ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ വീടിന്റെ അടുത്ത് ഏതെങ്കിലും. മാം അതിൽ കളറും ആയിട്ട് ഒരു റെഡ് കളറും കൂടി വരുന്നുണ്ടല്ലോ, അങ്ങനെ എടുക്കാലോ അല്ലെ? അങ്ങനെ എടുക്കാതെ സാൻഡ് പേപ്പർ മാത്രം. സാൻഡ് പേപ്പർ മിസ്സേ, അതിനൊക്കെ പല കട്ടിയുള്ളത് കാണില്ലേ മിസ്സേ? അത് അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ളത് നോക്കി വാങ്ങിക്കുക കേട്ടോ. ഏറ്റവും കട്ടി കുറഞ്ഞതാ? ഏറ്റവും കട്ടി കുറഞ്ഞതെന്നല്ല, അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ളത്. അവരിങ്ങനെ പറയും 200 അങ്ങനെ റേറ്റ് പറയും. എന്തെങ്കിലും P120 അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ? P3 P400 എന്നൊക്കെ ഇതേപോലുള്ളത് നോക്കിയിട്ട് വാങ്ങിക്കുക. കാരണം സാൻഡ് പേപ്പർ ബ്ലാക്ക് ആയിരിക്കും നമുക്ക് കൂടുതൽ അവൈലബിൾ ആവുന്നത്. ഈസിലി അവൈലബിൾ ആകുന്നത് ബ്ലാക്ക് സാൻഡ് പേപ്പർ ആണ് അല്ലേ? നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് ബ്ലാക്ക് അല്ലേ? ഓക്കെ, ഗോൾഡൻ കിട്ടുമെന്ന് നോക്കിക്കോട്ടോ. ഇത് ഒട്ടിക്കേണ്ടി വരുമോ നമ്മൾ ചെയ്തിട്ട്? അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ സാൻഡ് പേപ്പർ ആൽഫബെറ്റ്സ് പ്രിന്റ് എടുക്കുകയെ, നമ്മൾ ആൽഫബെറ്റ്സ് പ്രിന്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ആൽഫബെറ്റ്സ് വരച്ചിട്ട് സാൻഡ് പേപ്പറിൽ നിന്ന് ഈ ആൽഫബെറ്റ്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഓക്കെ, കട്ട് ചെയ്തിട്ട് അതൊരു ചാർട്ടില് ഇങ്ങനെ പേസ്റ്റ് ചെയ്യും. ചിലപ്പോൾ ചില ചാർട്ടുകളിൽ കനം കുറവായിരിക്കും, അപ്പൊ പെട്ടെന്ന് കംപ്ലൈന്റ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് അത്യാവശ്യം കനമുള്ള ഒരു ബോർഡ് ഉണ്ടാവില്ലേ, കാർഡ്ബോർഡിന്റെ ഒക്കെ പീസുകൾ ഉണ്ടാവില്ലേ? അത് വീട്ടിലേക്ക് ഇപ്പൊ കേക്ക് ഒക്കെ വാങ്ങിക്കുമ്പോ കിട്ടുന്ന ഒരു ബോക്സ് കിട്ടുന്നില്ലേ? ഡ്രസ് ഒക്കെ മേടിക്കുന്ന ബോക്സ് ആണ് ഡ്രസ് കിട്ടുന്നത്. ഓക്കെ, ആ ഡ്രസ് ഒക്കെ വാങ്ങിക്കുമ്പോ കിട്ടുന്ന ബോക്സിന് കുറച്ച് കനമുണ്ട്. ആ കനമുള്ള ബോക്സും ഈ ചാർട്ട് പേപ്പർ ഒട്ടിച്ചതിന് ശേഷം എന്ത് ചെയ്യാം? സാൻഡ് പേപ്പർ ഒട്ടിക്കാൻ നോക്കാം. പക്ഷെ ഈ സാൻഡ് പേപ്പർ പശയിൽ ഒട്ടുമോ? ഒട്ടുമല്ലോ, എല്ലാ കുട്ടികളും ചെയ്യുന്നതാണല്ലോ. ഇതിന്റെ ഒരു ഗിൽറ്റി ആയിട്ടൊരു പേപ്പറിൽ നമ്മളിപ്പോ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാറില്ലേ? ഞാൻ മോൾക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പശയുണ്ട്. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോ കട്ടിയുടെ പ്രശ്നമല്ല, സ്മൂത്ത് ആൻഡ് റഫ്നെസ് ആണ് നമ്മളിവിടെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സിൽ വരുന്നത്. ഈ ഗിൽറ്റർ പേപ്പർ എന്താണെന്ന് വെച്ചാൽ ടച്ച് ചെയ്യുമ്പോൾ സിൽക്ക് കയ്യിലാവും അല്ലേ? അത് കുട്ടികളാണ്, കുഞ്ഞു പിള്ളേരുടെ ഒക്കെ നമ്മൾ ഈ മെറ്റീരിയൽ കൊടുക്കും, അവിടെ എല്ലാവരുടെയും കയ്യിൽ സിൽക്ക് ആവും. അതൊരു വായിലൊക്കെ വെക്കാനും അത് വയറ്റിലേക്കൊക്കെ പോവാനും ചാൻസ് ഉണ്ട്. അൺഹെൽത്തി അല്ലേ? അതുകൊണ്ടാണ് ഗിൽറ്റർ പേപ്പർ വേണ്ടാന്ന് പറയുന്നത്. അതേപോലെ തന്നെ സാൻഡ് പേപ്പറിന് ഒരു കഥയും കൂടി ഉണ്ട്. ആദ്യമായിട്ട് ഡോക്ടർ മരിയ മോണ്ടിസോറി ലാംഗ്വേജ് ഏരിയയിൽ പ്രിപ്പയർ ചെയ്ത ഒരു മെറ്റീരിയൽ ആണ് ഇത്, ഈ സാൻഡ് പേപ്പർ ആൽഫബെറ്റ്സ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആദ്യം പ്രിപ്പയർ ചെയ്തൊരു മെറ്റീരിയൽ ആണ്. അതുകൊണ്ടാണ് എല്ലാവരും ഫസ്റ്റ് ഞാൻ തന്നെ ഈ ഒരു മെറ്റീരിയൽ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൽഫബെറ്റ്സ് നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. സാൻഡ് പേപ്പർ ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? സാൻഡ് പേപ്പർ ക്യാപിറ്റൽ ലെറ്റർ. ആദ്യം കാണുന്നത് സാൻഡ് പേപ്പർ ക്യാപിറ്റൽ ലെറ്റർ ആണ്, ABC. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മളൊരു വിരല് കൊണ്ട് നമ്മളെ ഈ ഒരു ഫിംഗർ ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ട്രേസ് ചെയ്യിക്കാനാണ് കുട്ടികളെ കൊണ്ട് നമ്മൾ ആദ്യം ചെയ്യിക്കുന്നത്. ആൽഫബെറ്റ്സ് കൈ വെച്ച് എഴുതിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? ഈ വിരല് കൊണ്ട് എന്ത് ചെയ്യും? ഈ ആൽഫബെറ്റ്സ് ട്രേസ് ചെയ്യിക്കാൻ പഠിപ്പിക്കും. ട്രേസ് ചെയ്ത് അത് ഓട്ടോമാറ്റിക്കലി അവർ എന്ത് ചെയ്യും? ഒരു A എന്നുള്ള അക്ഷരം എഴുതും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സാൻഡ് പേപ്പർ ആൽഫബെറ്റ്സ് യൂസ് ചെയ്യുന്നത്. സാൻഡ് പേപ്പർ ആൽഫബെറ്റ്സ് അപ്പൊ A അത്യാവശ്യം നമ്മുടെ കുഞ്ഞുകുട്ടികളുടെ കൈ അതിലൂടെ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ.
പ്രിന്റ് എടുത്തിട്ട് കട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല. നമ്മളിപ്പോ പ്രിന്റ് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ പ്രിന്റ് എടുത്തിട്ട് അത് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികളുടെ ഒരു കളിപ്പാട്ടില്ലേ, ഒരു ബോക്സ് പോലത്തെ സംഭവം അങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ടത്? ആ ഫ്ലോറൊക്കെ ചെയ്യാൻ പറ്റുന്ന ബിൽഡിംഗ് ബ്ലോക്സ്. ആൽഫബറ്റ്സിന്റെ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആൽഫബറ്റ്സിന്റെ അപ്പൊ ആ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താലും മതി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പെർഫെക്ഷനോട് കൂടി കട്ട് ചെയ്യാൻ ശ്രമിക്കാം. ആൽഫബറ്റ്സ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. സോ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ നോക്കുക, കട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോ ചെയ്യോ ഇത് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ്? 2 ലെറ്ററും വേണം, ക്യാപിറ്റലും സ്മോളും വേണം, സ്മോളും വേണം. അപ്പൊ മാം ഇതിൽ ഒട്ടിക്കാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓരോന്നല്ലേ ഒട്ടിക്കേണ്ടത്, ഒന്നിച്ചിട്ടല്ലല്ലോ ഓരോരോ? ഫുള്ളും വേണ്ട ആ ഫുള്ളും വേണം, A to Z വരെയും വേണം. മിസ് വെക്കേഷൻ പറഞ്ഞേ? എന്താണ്? വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോ ഒട്ടിക്കാനല്ലേ പറഞ്ഞേ? അല്ല, കൊണ്ടുവരാൻ. അപ്പൊ ക്രിസ്മസിന് വെക്കേഷൻ ഉണ്ടാവില്ല എന്നാണല്ലോ ഇന്നലെ പറഞ്ഞേ? ഇന്നലെ മിസ് മാക്സിമം 2-3 days എന്ന് പറഞ്ഞു. നിങ്ങളുടെ നമ്മള് ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചെയ്താൽ മതി. ഞാൻ ഡേറ്റ് പറയാം. കുട്ടികൾക്ക് ക്രിസ്മസ് വെക്കേഷൻ ഉണ്ടല്ലോ, ആ ഒരു ഡേറ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് ഉണ്ടാവൂടാ. ഒരു 5 days എന്തായാലും ഉണ്ടാവും, 1 weekനോട് അടുപ്പിച്ച് ഉണ്ടാവും. 5 or 6 days എന്തായാലും വെക്കേഷൻ ഉണ്ടാവാനാണ് ചാൻസ്. ന്യൂ ഇയറിന് പ്രസന്റ് ചെയ്യണ്ടോ? അല്ലെങ്കിൽ 8th പ്രസന്റ് ചെയ്യണോ? ജനുവരി 8th മതി. ജനുവരി 8th ആണ് ഡേറ്റ്. അപ്പൊ ഞാനൊരു ആക്ടിവിറ്റി കൂടി തരും കേട്ടോ. സാൻഡ് പേപ്പർ ലെറ്റർ അല്ലാണ്ട് സാൻഡ് പേപ്പർ നമ്പേഴ്സും കൂടി ഉണ്ട് നമുക്ക്. അതും കൂടി ഉണ്ട്. നമ്പേഴ്സ് സിമ്പിൾ ആണ്, 0 to 9 വരെ ചെയ്യാനുള്ളൂ. ആൽഫബറ്റ്സ് ആണ് 26 ചെയ്യാനുള്ളത്. നമ്പേഴ്സ് സിമ്പിൾ ആണ്, 0 to 9 വരെ ഉള്ളൂ. സ്മോൾ ലെറ്ററും ക്യാപിറ്റലും വേണോ? അതെ, സ്മോൾ ലെറ്റർ ക്യാപിറ്റലും വേണം ഇവിടെ. ഇതാണ് സാൻഡ് പേപ്പർ നമ്പേഴ്സ്. സാൻഡ് പേപ്പർ കട്ട് ചെയ്തിട്ട് ഈ ഒരു ചാർട്ടിൽ പേസ്റ്റ് ചെയ്യാം, 0 to 9 വരെ. അതില്ലേ സ്മോളും ക്യാപിറ്റലും ഒരുമിച്ചാണ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്? 2 സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണ്ടേ? എല്ലാരും ഒരു കാർഡില് ക്യാപിറ്റൽ എയും സ്മോൾ എയും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാമോ? അങ്ങനെ ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയല്ല, ഞാൻ ഒട്ടിക്കുന്നതാ പറയണത്. ഇപ്പൊ മാം പറഞ്ഞില്ലേ കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിൽ ഒട്ടിക്കാൻ പറഞ്ഞില്ലേ? ഫ്രണ്ടില് എ ആണെങ്കിൽ ബാക്കില് സ്മോൾ ലെറ്റർ എ ആയിരിക്കണം, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അല്ല, ഒരേ സൈഡിൽ തന്നെ നമ്മളിപ്പോ ആദ്യം എ കട്ട് ചെയ്ത് സാൻഡ് പേപ്പറിൽ വെച്ചു, പിന്നെ സ്മോൾ സെപ്പറേറ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു കാർഡ്ബോർഡില് 3 അക്ഷരം തികയോ? അങ്ങനെയാണോ? എത്ര എണ്ണം പറ്റും? അങ്ങനെ സെപ്പറേറ്റ് ഫ്ലാഷ് കാർഡ് കണ്ടിട്ടില്ലേ നിങ്ങള്? ഒക്കെ സെപ്പറേറ്റ് ആണ്. എല്ലാം ഓരോന്ന്. ഓക്കെ മിസ്. ഒരെണ്ണത്തിന്റെ 2 ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ബാക്കിലും ഫ്രണ്ടിലും? ബാക്കിലും ഒരു ലെറ്റർ, ഫ്രണ്ടിലും ഒരെണ്ണായിട്ട്. ചെയ്യാം. പക്ഷെ നിങ്ങളില്ലേ വൈവയുടെ സമയത്ത് അത് എടുത്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും. ബാക്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആണ്, ഫ്രണ്ടില് സ്മോൾ ലെറ്റർ ആണെന്ന്. അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. മനസ്സിലായോ? അത് നിങ്ങൾ അത് ചെയ്തില്ല എന്ന് മാർക്ക് പോയില്ലേ, അതുകൊണ്ടാണ്. നിങ്ങള് മാക്സിമം അതിന്റെ അപ്പുറം അപ്പീലില്ല മിസ്സേ, അപ്പൊ 2 സെപ്പറേറ്റ് മതി. എന്താണ്? അല്ല, വൈവാന്ന് പറഞ്ഞ അതിന്റെ അപ്പുറം അപ്പീലില്ലാന്ന്, അപ്പൊ 2 സെപ്പറേറ്റ് തന്നെ മതി. അതാവുമ്പോ എടുത്ത് കാണിച്ചു കൊടുക്കാം മിസ് പറഞ്ഞ പോലെ. കാരണം ആ മിസ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. വൈവയുടെ സമയത്ത് ഇപ്പൊ ഞാൻ തന്നെ ആവണം വൈവ അറ്റൻഡ് ചെയ്യണമെന്ന് ഇല്ല. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ടാവും അല്ലെ, പക്ഷെ ബാക്കി ടീച്ചർമാരും കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, നോക്കി കണ്ടോ? സെപ്പറേറ്റ് ആയിട്ടാ വന്നത് കണ്ടോ? സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ്. യൂട്യൂബില് വീഡിയോസ് ഉണ്ടാവോ മിസ് ഇത് ഇങ്ങനെ ഒട്ടിക്കുന്നതൊക്കെ? യൂട്യൂബിൽ നല്ല രീതിയിൽ വീഡിയോസ് ഉണ്ടാവും, അത് നോക്കിയാലും മതി.
മാം സാൻഡ് പേപ്പറിലേക്ക് ഒട്ടിക്കേണ്ടതോ അത് സാൻഡ് പേപ്പർ കട്ട് ചെയ്യേണ്ടതോ മറ്റേ ആൽഫബറ്റ് ഇതാക്കിയിട്ട്? ആൽഫബറ്റ് ആണ് സാൻഡ് പേപ്പറിൽ കട്ട് ചെയ്യേണ്ടത്. സാൻഡ് പേപ്പറിലേക്ക് ആൽഫബറ്റ്സ് സാൻഡ് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കണം. എന്ന് പറയുന്ന ആൽഫബറ്റ് സാൻഡ് പേപ്പറിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ അതൊന്നും ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടോ കട്ട് ചെയ്തിട്ട് ചാർട്ട് പേപ്പറിലേക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, കാരണം ഈ കുട്ടികൾക്ക് റഫ്നെസ്സും സ്മൂത്ത്നെസ്സും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സാൻഡ് പേപ്പറിലൂടെ ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു റഫ്നെസ് മനസ്സിലാവും. ഇപ്പൊ മിസ് അങ്ങനെ തന്നെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. മിസ് ഇപ്പൊ പറഞ്ഞ അതേ പേപ്പറിൽ തന്നെ കട്ട് ചെയ്ത് ABC A to Z വരെയുള്ള പേപ്പർ വാങ്ങാൻ കിട്ടുന്നുണ്ട്. സാൻഡ് പേപ്പർ കിട്ടൂല, നിങ്ങൾ പറയുന്നത് ഗിൽറ്റഡ് പേപ്പർ ആണ് കിട്ടുന്നത്. അതിന് ഗിൽറ്റർ ഇല്ലാത്ത ഗിൽറ്റഡ് പേപ്പർ വേണ്ട, കാരണം മാർക്ക് ഞാനല്ല കേട്ടോ. അല്ലല്ല ഗിൽറ്റർ ഒരു വശല്ലേ ഉണ്ടാവും, അപ്പുറത്തെ സൈഡ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഗിൽറ്റർ അടിയിലാക്കിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാല് ഇപ്പുറത്തെ സൈഡ് ഉണ്ടാവില്ലല്ലേ. മനസ്സിലാവല്ല, ഐഡിയ മനസ്സിലാവാത്തോണ്ടാ. സാൻഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ റഫ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് കുട്ടികളെ ടച്ച് ചെയ്ത് ആ സ്മൂത്ത് ആൻഡ് റഫ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മെറ്റീരിയൽ അങ്ങനെ ചെയ്യണമെന്ന് പറയണേ കേട്ടോ. സ്മൂത്ത് ആയിട്ടുള്ളത് വാങ്ങിക്കല്ലേ മാം? മറ്റേ ഹാർഡ് ആകുമ്പോ ഒട്ടിക്കാൻ ബുദ്ധിമുട്ടോ നമുക്ക് കട്ട് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. സ്മൂത്ത് ആയിട്ടുള്ളത് നോക്കി വാങ്ങിക്കും. ഗോൾഡൻ ഒക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ സാൻഡ് പേപ്പർ കാണിച്ച സമയത്ത് ഗോൾഡൻ ഒക്കെ സാൻഡ് പേപ്പർ ഉണ്ടോ? ഇതാണ് നമ്മളുടെ ആ മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നത്, കണ്ടോ? പക്ഷെ നമുക്കത് ഇവിടെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഗോൾഡൻ കണ്ടിട്ടില്ല ഞാന്. ബ്ലാക്കും റെഡ് പോലെയുള്ളതുണ്ട്. ഗോൾഡൻ കിട്ടോ? അറിയോ ആർക്കെങ്കിലും? അന്വേഷിച്ച് നോക്കണം മാം. ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി സ്കൂളിൽ റെഡും ബ്ലാക്കും പിന്നെ ഗോൾഡൻ അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ടോന്ന് അറിയില്ല. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ നോക്കും, ബൾക്കായിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാം ഒരു കളർ തന്നെ വേണമെന്നുണ്ടോ? അതുണ്ടോ മിസ്? ഇപ്പൊ ക്യാപിറ്റൽ ലെറ്റർ ബ്ലാക്കിലാ ചെയ്യുന്നെങ്കിൽ അത് ഫുള്ള് ബ്ലാക്കിൽ തന്നെ ചെയ്യണമെന്നുണ്ടോ? ഇപ്പം ക്യാപിറ്റൽ ലെറ്റർ നിങ്ങൾ ബ്ലൂവിലാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാം ബ്ലൂവിൽ ചെയ്യണമെന്ന് ഉണ്ട്. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാലില്ലേ, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെറ്റേഴ്സ് നോക്കുമ്പില്ലേ, ഈ രണ്ട് ലെറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരെണ്ണം പിങ്കിലും ഒരെണ്ണം ബ്ലൂവിലോ വന്നിരിക്കുന്നത്. ആ ബ്ലൂവിൽ വന്ന ലെറ്റർ എന്താന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താണ്? വവൽസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കളർ ചേഞ്ച് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പൊ കണ്ടോ ബ്ലൂവും പിങ്കും വന്നിട്ട് A-E-I ഒക്കെ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? വേറൊരു കളറിലാണ്. കുട്ടികളുടെ ചെറുപ്പത്തിൽ തന്നെ അതിനെന്തോ ഡിഫറൻസ് ഉണ്ട്. അത് വവൽസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താണ് ഒട്ടിക്കുന്ന ചാർട്ടല്ലേ കളർ മാറ്റേണ്ടത്? അത് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചാർട്ടയിലാണ് ഈ ആൽഫബറ്റ്സ് വെട്ടിയെടുക്കണ്ടേ, എന്നിട്ട് മറ്റേ സാൻഡ് പേപ്പറിൽ ഒട്ടിക്കൊണ്ടുവരണം. അങ്ങനെയല്ല, തിരിച്ച് സാൻഡ് പേപ്പറിൽ വെട്ടിയെടുത്തിട്ട് ചാർട്ടിൽ ഒട്ടിക്കണം. അല്ലാണ്ട് ഇങ്ങനെ കാർഡാക്കിട്ട് വെക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലായില്ല? കാർഡ് ഇങ്ങനെ ഒരു ബോക്സിൽ ഇങ്ങനെ ഓരോ സ്പെല്ലിങ്ങിൻ്റെത് ആക്കിയിട്ട് ഒട്ടിച്ച് വെക്കാൻ പറ്റില്ലല്ലോ. അല്ലാണ്ട് ഇങ്ങനെ ഷീറ്റിൽ തന്നെ ഒട്ടിക്കണ്ടേ? ഷീറ്റ് അല്ലട, കാർഡ് ആക്കണം. സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കണം. കാർഡ് പോലെ ഫ്ലാഷ് കാർഡ് കണ്ടിട്ടുണ്ടോ? കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും ഫ്ലാഷ് കാർഡ് ഒക്കെ. മാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് മോൾക്ക്. ഇല്ല, ക്ലാസ് ഇല്ലാടാ, ക്ലാസ് കംപ്ലീറ്റ് ആയി. സാൻഡ് പേപ്പറിന്റെ ഡൗട്ട് ചോദിക്കുന്നത് നമ്മൾ ലീവ് ആയിക്കോട്ടെ. ഫ്ലാഷ് കാർഡ് ഉണ്ടല്ലോ, ഫ്ലാഷ് കാർഡ് എന്ത് ചെയ്യാ, കട്ട് ചെയ്ത് അത് നമ്മൾ ട്രേസ് ചെയ്യാൻ പറ്റും. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോക്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ. എന്താണ് മോഡല് മിസ് ചെയ്തത് വല്ല മോഡൽ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കോ? ഇല്ല, ഇവിടെ ഇല്ല. ഞാൻ അടുത്ത ദിവസം
ഓക്കെ, ആരെങ്കിലും വരച്ചു തന്നിട്ടുണ്ടാവും. മാം കാണിക്കുന്നതിലുണ്ട് മോഡല്. ഇപ്പൊ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തതിൽ ഉണ്ട്. ഗൂഗിളിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി സാൻഡ് പേപ്പർ ആൽഫബറ്റ്സും കാര്യങ്ങളും. അല്ലാതെ മോഡൽ കിടക്കുന്നത് നോക്കട്ടെ കേട്ടോ. മിസ്സേ, എന്റെ ഫോണിൽ കളർ ചേഞ്ച് പറഞ്ഞില്ലേ? അപ്പൊ ഈ ക്യാപിറ്റൽ ലെറ്ററിന് ഇതുപോലെ ചെയ്തിട്ട് ഇപ്പൊ സ്മോൾ ലെറ്ററിന് വേറെ കളറിൽ ചെയ്യാലോ, എല്ലാം കൂടെ വേറെ കളറിൽ. നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. 1 മീറ്റർ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഉണ്ടാന്ന് നോക്കട്ടെ. കാണും, കാരണം ഫോണിൽ കാണാൻ പറ്റില്ല. മാം പണ്ട് നമ്മള് സ്കൂളില് ആശാമാര് മണലിൽ എഴുതിക്കാറില്ലേ, അതിന്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു അല്ലെ സാൻഡ് പേപ്പർ. സംഭവമാണ്, സെയിം എഫക്റ്റ് ആണ് വരുന്നത്. ഇല്ലല്ലോ, കാരണം കുട്ടികളെ ഈ വൈവയുടെ ഒക്കെ സമയത്ത് നമ്മള് ചിലപ്പോ ഫോട്ടോസ് ഒന്നും ഷെയർ ചെയ്യാൻ പറ്റില്ലെങ്കിലേ നമുക്ക് ഇങ്ങനെ എടുത്ത് അയച്ചു തരാറുണ്ട്. അതാണ് നോക്കുന്നത്. മിസ്, ഞാനൊരു കാര്യം ചോദിച്ചോക്കട്ടെ. ഇതിപ്പം നമ്മളിപ്പോ ഇത് ഒട്ടിച്ചിട്ട് ഓരോ കാർഡായിട്ട് ഇങ്ങനെ എ എന്ന് പറയുമ്പോ എ എടുക്കുക, ബി എന്ന് പറയുമ്പോൾ കാർഡ് കാണിക്കുക, അങ്ങനെ എടുക്കാൻ പറ്റുന്ന വിധത്തിലാണോ ഒട്ടിക്കേണ്ടത്? അല്ലെങ്കിൽ ഒരു ഷീറ്റിൽ ഇങ്ങനെ സെറ്റ് വരെ ഒട്ടിക്കുവാണോ? അല്ല, സെപ്പറേറ്റ് നമ്മള് ഓരോന്നും ഓരോ കാർഡായിട്ടാണ് വേണ്ടത്, ഷീറ്റ് അല്ല വേണ്ടത്. സാധനം ഒട്ടിക്കരുത് കേട്ടോ. സാധനം ഒട്ടിച്ച വീണ്ടും അത് പണിയാണ്, കാരണം വീണ്ടും എടുത്ത് ചെയ്യേണ്ട വരും. കണ്ടല്ലോ, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. നിങ്ങളൊന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സും സാൻഡ് പേപ്പർ നമ്പേഴ്സും ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ കിട്ടും കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. നിങ്ങളിപ്പോ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് എന്ത് ചെയ്യാ, തിങ്ക് ചെയ്യാ, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക കേട്ടോ. ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുക, ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സ് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ടാവും, അപ്പൊ അവർക്ക് ഭയങ്കരമായിട്ട് സംശയങ്ങളായിരിക്കും. നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പൊ താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. താങ്ക് യു മാം. ഹാപ്പി ക്രിസ്മസ്.